ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ മുസ്തഫയാണ്. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടോ. കാരണം പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കള്, പഠിക്കുന്ന കുട്ടികള് SSLC പരീക്ഷ ഇപ്പൊ വന്നു കഴിഞ്ഞു. SSLC പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി +2-ന്റെ റിസൾട്ട് കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ആകുലം, വളരെയധികം ടെൻഷനോട് കൂടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. പരീക്ഷാ ഫലം എന്തോ ആവട്ടെ, മാർക്ക് ഉണ്ടാവട്ടെ, മാർക്ക് കുറയട്ടെ, ജയിക്കട്ടെ, തോൽക്കട്ടെ. പക്ഷെ നമ്മുടെ മക്കൾക്ക്, എല്ലാ മക്കൾക്കും ഡോക്ടറും എഞ്ചിനീയറും പ്രൊഫഷണൽ കോഴ്സുകളും മുന്നേറാൻ കഴിയണമെന്നില്ല. എന്നാൽ ചില കഴിവുകൾ നമ്മുടെ മക്കൾക്കുണ്ട്. സ്കില്ല് എന്ന് പറഞ്ഞാൽ കൈത്തൊഴിൽ. ഒരു കൈത്തൊഴിൽ പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികളാണോ, അത് പഠിപ്പിക്കാനുള്ള താല്പര്യമുള്ള രക്ഷിതാക്കളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പുതിയൊരു സ്റ്റാർട്ടപ്പ് സംരംഭം അണിയിച്ചൊരുക്കിയിരിക്കുന്നു. എഡുക്ലിക് ക്ലാസ് റൂം എന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇതാ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിലൂടെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ സംഭാവന ചെയ്യുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് ടൂ വീലർ ഇൻഡസ്ട്രി. ഈ ടൂ വീലർ ഇൻഡസ്ട്രിയിൽ ഒരു വർഷം ശരാശരി 8.5 ലക്ഷം വാഹനങ്ങളാണ്, പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നത്. അതിൽ തന്നെ 35,000-ഓളം ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇതിൽ ഈ വാഹനങ്ങളൊക്കെ മിനിമം ഒരു 5 വർഷം ആ വ്യക്തികൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം അത് യൂസ്ഡ് വെഹിക്കിളായിട്ട് വീണ്ടും കേരളത്തിൽ തന്നെയാണ്. അപ്പൊ കേരളത്തിലെ നിലവിലെ ഒരു ടൂ വീലറിന്റെ എണ്ണം പറയാൻ കഴിയാത്ത അവസ്ഥ അത്രത്തോളം ഉണ്ട്. അറിയാമല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ ഒരു ടൂ വീലർ, 2 ടൂ വീലർ ഇല്ലാത്ത ഒരു വീടും ഇന്ന് കേരളത്തിലില്ല. ഈ വാഹനങ്ങൾക്കൊക്കെ ശരിയായ രീതിയിലുള്ള പരിപാലനവും സർവീസും അതിന്റെ റിപ്പയറിങ്ങും നൽകുവാൻ ഇന്ന് കേരളത്തിൽ ഞാനിത് ആധികാരികമായിട്ട് പറയാൻ 30 വർഷത്തോളമായി ഞാൻ ടൂ വീലർ മേഖലയിൽ നൽകിയ വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എക്സ്പെർട്ട് മെക്കാനിക്കൽ ആക്കി മാറ്റുകയാണ് കുട്ടികളുടെ. കാരണം ഇനി ഭാവിയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും ഉള്ള ഒരു മേഖലയാണിത്. പരമ്പരാഗതമായിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് കുട്ടികൾ പഠിച്ച് ഇറങ്ങുന്നതിന്റെ എണ്ണം വളരെ കുറവാണ്. അത് അറിയാമല്ലോ, ഒരു വർക്ക്ഷോപ്പിലും ഒരു ആശാന്റെ കീഴിൽ നിന്ന് പഠിച്ചു വരണമെങ്കിൽ ഏകദേശം 2-3 വർഷമൊക്കെ, അതും വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, പ്രൊഫഷണൽ ആയിട്ട്, ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാം സംയമനത്തോടും കൂടി യോജിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും വളരെ വേഗത്തിൽ ഓരോ കാര്യങ്ങളും, ഓരോ മൊഡ്യൂളുകളും, അതിന്റെ പ്രവർത്തനം, അതിന്റെ കംപ്ലൈന്റ് വന്നാൽ എന്താണ് അതിന് കംപ്ലൈന്റ് വരിക, അത് തീർച്ചപ്പെടുത്തി ഏറ്റവും പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് ഫൈൻ ട്യൂൺ ചെയ്ത് അതിന് സൊല്യൂഷൻ നൽകാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ 180 ദിവസത്തെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന മൊഡ്യൂൾ വളരെയധികം വ്യത്യസ്തമാണ്. കേരളത്തിൽ ആരും ഇന്നേ വരെ അത് അവതരിപ്പിക്കാത്ത രീതിയിലാണ് ഞങ്ങളുടെ ഈ കോഴ്സ് മൊഡ്യൂളുകൾ. 180 ദിവസം അത് പല രീതിയിലും ഡിസൈൻ ചെയ്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതായത് സർവീസ് സെന്ററുകളിൽ പ്രാക്ടിക്കലായിട്ടും ആണ് 3 തരത്തിലാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് മടുപ്പില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ഇത് സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താങ്ങാവുന്ന ചെറിയ ഫീസുകളിൽ ഇത് എടുക്കാവുന്നതാണ്. ഇതിന് വേണ്ട യോഗ്യത, ഒന്നാമത്തെ യോഗ്യത ഒരു കൈത്തൊഴിൽ പഠിക്കണം, ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കണം എന്നുള്ള ഒരു മെയിൻ സെറ്റാണ് ഒന്നാമത്തെ മാനദണ്ഡം. +2 ജയിച്ചവരാകട്ടെ, തോറ്റവരാവട്ടെ, SSLCയിലും ഉള്ള കുട്ടികളാവട്ടെ. ഇനി നിലവിൽ ഇപ്പോൾ പഠിക്കുന്നവരല്ല, കുറച്ച് പ്രായം കൂടിയവരാണെങ്കിലും ഇതിന്റെ പ്രധാന മാനദണ്ഡം ഒരു കൈത്തൊഴിൽ പഠിക്കണം. ഈ ഒരു മേഖലയിൽ എനിക്കൊരു കൈത്തൊഴിൽ പഠിക്കണം, എന്റെ സാമ്പത്തിക ബദ്ധത നേടിയെടുക്കണം എന്നുള്ള
ഒരു അതിയായ മൈൻഡ് സെറ്റ് ആണ് ഞങ്ങൾക്ക് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു, നന്ദി, നമസ്കാരം.